ഇസ്രായേലിൽ നിന്നും സജി മാംപള്ളിയിൽ ചേരുകയാണ്. അദ്ദേഹം ഇസ്രായേലിൽ കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യുന്ന മലയാളിയാണ്. അദ്ദേഹം ഇപ്പോൾ വൈകുന്നേരം വാർത്താ നേരത്തെ നമ്മളോടൊപ്പം ചേരുകയാണ്. വെൽക്കം സജി മാംപള്ളിയിൽ. നമസ്കാരം. എങ്ങനെ പോകുന്നു ഇസ്രായേലിലെ? കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയൊരു ആക്രമണം ഇറാനിലെ ടെഹ്റാനിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇന്ന് പകല് ഇറാന്റെ കനത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായതായി പറയുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ മുന്നോട്ട് പോകുന്നത്? നമസ്കാരം. നമ്മളെല്ലാവരും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ജൂൺ 13 തീയതിയാണ് ഇറാനെതിരായിട്ട് അസന്നിഗ്ധമായിട്ട് ഇസ്രായേൽ മൂവ് ചെയ്യുകയും അത് വലിയൊരു പ്രത്യേകത. കാരണം സാധാരണയായിട്ട് ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്നൊരു യുദ്ധം സംഭവിക്കുന്നത്, ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇന്ന് വരെ ഒരു ഇസ്രായേൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പല മാധ്യമങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പല വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അതിലൊക്കെ പറയുന്നത് പോലെ അത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല. വളരെ ഭീതിപൂർവമായിട്ടുള്ള, വളരെ ഭീതി പരത്തുന്ന വാർത്തകളാണ് നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമന്ത്രി ഒളിച്ചുപോയി, ഇവിടുത്തെ ആളുകൾ 25,000 പേരെ ഒഴിപ്പിക്കാൻ പോകുന്നു. വളരെ ദുരിതപൂർണമായ ജീവിതമാണ്. ജോർദാൻ അതിർത്തി വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ബെൻഗൂരിയൻ എയർപോർട്ട് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഒരു അറിവ് പ്രകാരം ഏകദേശം 22 തീയതി വരെ ബെൻഗൂരിയൻ എയർപോർട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നിലവിൽ വ്യോമ ഗതാഗതമൊന്നും ഇവിടെ പോസിബിൾ ആയിട്ടുള്ള സ്ഥിതിയല്ല ഉള്ളത്. പക്ഷേ ഇത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത, അതായത് വളരെ നമുക്കറിയാം, നമ്മൾ ഏകദേശം 30,000-ലധികം, ഏകദേശം 32,000-ഓളം ഇന്ത്യൻസ് 2025 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം, പിബിയുടെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 32,000-ഓളം ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്. പല മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പം പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നമ്മളൊരു കഥ അറിയാതെ ഒരു ന്യൂസ് നമ്മളെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത്രയും പേരെ ഒഴിപ്പിക്കാൻ പോകുന്നു, 25,000-ഓളം ഇന്ത്യൻസിനെ മാത്രം ഒഴിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ വളരെ ദുരിതം, ഭക്ഷണം കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം അത് ഇവിടെ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും സാധാരണ പോലെ പതിവ് പോലെ നടക്കാൻ ഇറങ്ങുന്ന ആളുകളും. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് പബ്ലിക് ഗാദറിങ്സ് അതുപോലുള്ള മറ്റു പരിപാടികൾക്ക് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ സ്വകാര്യ ജീവിതത്തിന് തടസ്സങ്ങളില്ല. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു, കൺവെയൻസ്, വാഹന ഗതാഗതം പതിപോലെ നടക്കുന്നു. പക്ഷേ ജനങ്ങൾ കരുതിയാണ് ഇരിക്കുന്നത്. അല്ലാതെ പറയുന്ന പോലത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ബോംബിംഗ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, പഴയ കാലത്തെ യുദ്ധമുറ പോലെയല്ല, ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കി കാണുന്ന പോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ ഇറാനെ ആക്രമിക്കുന്ന നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനേക്കാളും എത്രയോ ഭയാനകമായിട്ടാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ ഏൺ ചെയ്യുന്നതിനുണ്ട് എന്താ പറയുന്നത്, അതിനു വേണ്ടിയിട്ട്, അതിന് വിരുദ്ധമായിട്ട് ഇസ്രായേൽ സേന വളരെ വിപുലമായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാഷ്വാലിറ്റീസ് ആണ് വളരെ കുറവാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഏകദേശം 24ഓളം മരണവും ഏകദേശം 100-ൽ താഴെ ആളുകൾക്ക് പരിക്ക് മാത്രമാണ് ഇസ്രായേലിൽ നമുക്ക് വാർത്തകൾ ഉദ്ധരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. സജി, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ടെലവീവിൽ തന്നെ ബെൻഗൂരിയൻ എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നാണ്. ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ലക്ഷ്യമിട്ട ഒരു ഭാഗം കൂടിയാണ് ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനപ്പെട്ട ബെൻഗൂരിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തന്നിരുന്നോ? നിലവിൽ സാധാരണ നമുക്കറിയാം, ഇപ്പം ഇസ്രായേൽ ഇറാനുമായിട്ടൊരു വാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, നമുക്ക് ഹമാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ത്രെറ്റ്സ് വരാറുണ്ട്, യമനിൽ നമുക്ക് ത്രെറ്റ്സ് വരാറുണ്ട്. സാധാരണ നമുക്ക് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള റെഡ് അലർട്ട് അല്ലെങ്കിൽ ഹോം ഫ്രണ്ട് കമാൻഡ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് നിർദ്ദേശങ്ങൾ വരികയും അതനുസരിച്ചിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ ബങ്കറുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സേഫ് റൂമിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട്. അല്ലാതെ പറയുന്ന പോലെ ബെൻഗൂരിയൻ എയർപോർട്ട് ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഉയർന്ന കാഷ്വാലിറ്റീസോ അങ്ങനെ അത്രമാത്രം ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തോടെ കടന്നു പോകുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്, രാത്രി 2-3 തവണയൊക്കെ മിസൈൽസ് അറ്റാക്ക് വരാറുണ്ട്. നമുക്ക് അറിയിപ്പ് കിട്ടാറുണ്ട്, എല്ലാവരും സേഫ് റൂമിലേക്ക് അല്ലെങ്കിൽ ബങ്കറിലേക്ക് മാറാറുണ്ട്. എന്നതൊഴിച്ചാൽ അതിലപ്പുറത്തേക്ക് ഭീതിജനകമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളുടെ കാര്യം സജി സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ പറക്കുന്ന ഒരു വാർത്ത, എംബസിയൊക്കെ ഇറാനിൽ നിന്നും മലയാളികളെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഇതുവരെ നമുക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ഡിക്ലറേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അറിയിപ്പോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് വാസ്തവം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, ഇവിടുത്തെ സ്പന്ദനങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് ഇപ്പൊ നാട്ടിൽ അറിയുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അറിയുന്ന ആളുകളാണ്.
ഞാൻ കേട്ടത് വളരെ രസകരമായിട്ട് കാര്യം എന്ന് പറയുന്നത് ജൂൺ 14 രാവിലത്തെ ന്യൂസ് മലയാളത്തിലെ അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒളിച്ചോടി, അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും അറിയുന്നത് ഇറാൻ ഇസ്രായേൽ പലരെയും കാലുപിടിക്കുകയാണ്, ഇതെങ്ങനെ യുദ്ധം നിർത്താൻ വേണ്ടി കാലുപിടിക്കുകയാണ്. വളരെ പരിതാപകരമായ രീതിയിലാണ് ഇസ്രായേലിന്റെ പോക്ക്. ഒരിക്കലും വസ്തുതയ്ക്ക് നിരക്കാത്ത, സത്യത്തിന് നിരക്കാത്ത, നമ്മുടെ നേർക്കാഴ്ചയ്ക്ക് നിരക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആക്രമണം നടക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളും നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പം എന്നെ പോലെ വർക്ക് ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സെക്കൻഡ് ഹോമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇവിടുത്തെ ഒരു ഇസ്രായേലി പൗരന്റെ അതേ വികാരമാണ് ഈ രാജ്യത്തെ വികാരങ്ങളോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്നതിന് തുല്യമാണ്, നമ്മളെ ബാധിക്കുന്നത് പോലെയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ഒരു ഇസ്രായേലി പൗരൻ എങ്ങനെ നിലകൊള്ളുന്നു അതുപോലെ തന്നെ ശക്തമായിട്ട്, അതുപോലെ തന്നെ അത്ര എന്താ പറയുന്നത് ആർജവത്തോടു കൂടിയാണ് ഈ രാജ്യത്തിന്റെ വികാരത്തോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്നത്. സജി, യുദ്ധ സാഹചര്യത്തിൽ താങ്കളുടെ എംപ്ലോയറുടെ ഒക്കെ ഒരു സമീപനം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സപ്പോർട്ടൊക്കെ എത്രമാത്രമുണ്ട്? വളരെ നല്ല സപ്പോർട്ട്. ഇപ്പം എന്റെ കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാൽ മനസ്സിലാകും, എല്ലാവർക്കും അത്രമേൽ സപ്പോർട്ടാണ്. ഗവൺമെന്റിന്റെ ഭാഗത്താണ് സപ്പോർട്ടാണ്, ഇവിടുത്തെ എംപ്ലോയീസ് സപ്പോർട്ടാണ്, ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ സപ്പോർട്ടാണ്, ഇവിടുത്തെ ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് സപ്പോർട്ടീവാണ്. എല്ലാം നമ്മളെ കാണുന്നത് നമ്മുടെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്ന ഒരു രാജ്യമല്ല ഇത്. തീർച്ചയായിട്ടും നമ്മൾ ഈ രാജ്യത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ കണ്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ സ്വന്തം രാജ്യം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും. തീർച്ചയായിട്ടും അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇസ്രായേലിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കും അത് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. സജി മാമ്പള്ളിയാണ് ഇസ്രായേലിൽ നിന്ന് നമുക്ക് വലിയ വിവരങ്ങൾ പ്രേക്ഷകർക്കായിട്ട് നൽകിയത്. വളരെ നന്ദി ശ്രീ സജി. നമുക്ക് ഇനി കാണാം. കെയറായിട്ട് ഇരിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. എനിക്കൊരു അപേക്ഷയോട് പറയാനുള്ളത്, ഒരു റിക്വസ്റ്റോടെ എനിക്കുള്ളത്, കാരണം നമ്മൾ ഇറാനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുള്ള വാർ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് അതിന്റെ സത്യാവസ്ഥയെങ്കിലും മനസ്സിലാക്കാതെ, അതിന്റെ എത്രത്തോളം കൊണ്ട് അതിന്റെ കാമ്പെന്ന് മനസ്സിലാക്കാതെ, ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളുടെയും, ഇപ്പം നമുക്കറിയാം നമ്മളെ പെട്ടെന്ന് ഇത്രയും ആളുകളെ ഇവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയുന്ന നമ്മുടെ ഫാമിലി നാട്ടിലുണ്ട്, നമ്മുടെ പേരൻസ് നാട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ആളുകളുണ്ട്. അവരൊക്കെ എത്രമാത്രം ആദിയോടുകൂടിയാണ്, എത്രമാത്രം വിഷമത്തോടുകൂടിയാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. അത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാർത്തകൾ, എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്, ദയവ് ചെയ്ത് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു കൃത്യത, അതിന്റെ ഒരു അട്രോസിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത് ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വളരെ നമ്മുടെ നാട്ടിൽ ജന്മനാട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് വളരെ സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. താങ്ക് യു. ഒത്തിരി നന്ദി ശ്രീ സജി മാമ്പള്ളി ഞങ്ങളോട് പ്രതികരിച്ചത്.